ആ ചാനൽ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും കൂടി വന്നിട്ടുണ്ട്. രണ്ട് പരാതിയായിട്ടുണ്ട്. ഒന്ന് ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു പരാതി വേറെ പോയിട്ടുണ്ട്. ഇതല്ല, ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള AH ഹഫീസ് DGPക്ക് കൈമാറിയിരിക്കുകയാണ്. കാര്യം പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രചരിച്ചിട്ടും പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്തതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ടല്ലോ. അത് നെല്ലും പതിരും തിരിയട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DGPക്ക് മെയിൽ വഴിയാണ് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി ഹഫീസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പോട് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: പീഡനം പരാതി കിട്ടാത്തത് കൊണ്ടാണ് അന്വേഷിക്കാത്തതെങ്കിൽ കൃത്യമായ തെളിവുകൾ സഹിതം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് മെയിൽ മുഖാന്തരം കൈമാറിയിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ ഇനിയെങ്കിലും മടിയുണ്ടെങ്കിൽ പറയണം. ഇനി കേസെടുക്കട്ടെ എന്ന് പറയും. കേസെടുത്താൽ അറസ്റ്റ് ഉണ്ടാകട്ടെ എന്ന് പറയും. അറസ്റ്റ് ഉണ്ടായാൽ പ്രതി മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ടല്ലോ എന്നായിരിക്കും മറുപടി. നമുക്ക് നോക്കാം. ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്.